الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم انظر كيف فضلنا بعضهم على بعض وللآخرة أكبر درجات وأكبر تفضيلا. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനും പരമകാരുണികരുമായ അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ പരമാവധി ജീവിതത്തിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് അർഹരാവുകയും അവൻ്റെ സ്വർഗം നേടുകയും ചെയ്യുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പരിശുദ്ധരായ മാലാഖമാരുടെ സാന്നിധ്യത്തിൽ നാം നിർവഹിക്കുന്ന ഈ ജുമുഅ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുകയും അതിൻ്റെ പരിപൂർണമായ പ്രതിഫലവും ചൈതന്യവും നമുക്കവൻ നൽകുകയും ചെയ്യുമാറാവട്ടെ. നമ്മൾ ഓരോരുത്തരും പരലോകത്തിലേക്കുള്ള ഒരു യാത്രയിലാണെന്നും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ വിജയം കൈവരിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ അനുഷ്ഠിക്കുക എന്നതാണ് ഈ ഐഹിക ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്നുമായിരുന്നു കഴിഞ്ഞ ഖുതുബയിൽ നാം വിശദീകരിച്ചിരുന്നത്. ആ ലക്ഷ്യം നേടുവാൻ നമ്മുടെ ജീവിതത്തിൽ മനസ്സു വെച്ചുകൊണ്ട് നാം അറിയുകയും പ്രാവർത്തികമാക്കുകയുമാണ് എങ്കിൽ വളരെ വലിയ പ്രതിഫലങ്ങൾ ഓരോ നിമിഷവും നമുക്ക് സമ്പാദിക്കാൻ സാധിക്കുമെന്ന സൂചനയും നാം നൽകുകയുണ്ടായി. ഒന്ന് രണ്ട് ദിക്റുകളെ സംബന്ധിച്ച് നാം സൂചിപ്പിക്കുകയും ചെയ്തു. അതിലൊന്നാമത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്നതായിരുന്നു. ആ ദിക്റുകൾ നമ്മെക്കൊണ്ട് പരമാവധി ചൊല്ലാൻ കഴിയുന്നിടത്തോളം ചൊല്ലിയാൽ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയേക്കാവുന്ന പാപങ്ങളൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിക്റുകളുടെ ഫലമായി നമുക്ക് പുറത്തു തരികയും അതിൻ്റെ ഉപരിയായി കൊണ്ട് ആ ദിക്റുകൾ ചൊല്ലിയതിൻ്റെ പ്രതിഫലം അവൻ നമുക്ക് വേണ്ടി രേഖപ്പെടുത്തുകയും ചെയ്യും എന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി. അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹിബ്നു ഖൈസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, അലാ അദുല്ലുക അലാ കലിമത്തി, ഖൈസേ, നിനക്ക് ഞാൻ ഒരു കലിമത്ത് പഠിപ്പിച്ചു തരട്ടെയോ? ഹിയ കൻസുൻ മിൻ കുനൂസിൽ ജന്ന,
അത് സ്വർഗത്തിന്റെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ്. അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ്. എന്നിട്ട് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ്. ഇതാണ് ആ ദിക്ർ. ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ് എന്ന ആ ദിക്റുകൾ ദിനം പ്രതി നമ്മൾ കഴിയുന്നിടത്തോളം തവണ ചൊല്ലിയിട്ടുണ്ട് എങ്കിൽ അത് സ്വർഗത്തിന്റെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. പരമാവധി പ്രാവർത്തികമാക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ പ്രവാചകന്റെ ഒരു തിരുവചനം, ലഖീതു ഇബ്രാഹിം ലൈലത ഉസ്രിയ ബി, എൻ്റെ ഇസ്രാഇന്റെ രാത്രിയിൽ ഞാൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുമായി കണ്ടുമുട്ടി. ഫഖാല, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, യാ മുഹമ്മദ് അഖ്രിഉ ഉമ്മതക മിന്നി അസ്സലാം, നിന്റെ ഉമ്മത്തിന് എൻ്റെ സലാം നീ പറയുക, എൻ്റെ ഉമ്മത്തിന് എൻ്റെ സലാം നീ പറയുക. വഅഖ്ബിർഹും, നീ അവർക്ക് അറിയിച്ചു കൊടുക്കുക, അന്നൽ ജന്നത ത്വയ്യിബതു തുർബ, സ്വർഗം എന്നത് ഏറ്റവും പരിശുദ്ധമായ ഒരു മണ്ണാണ്. അജ്ബത്തുൽ മാ, ഏറ്റവും പരിശുദ്ധമായ വെള്ളമാണ് അവിടെയുള്ളത്. വഅന്നഹാ ഖിആനുൻ, ആ സ്വർഗം വളരെ വിശാലമായതാണ്. വഅന്ന ഖിറാസഹാ, ആ സ്വർഗത്തിലേക്കുള്ള കൃഷി എന്ന് പറയുന്നത് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്നതാണ്. സ്വർഗത്തിലേക്കുള്ള കൃഷിയായി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, സ്വർഗത്തിലേക്കുള്ള കൃഷി സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നൊക്കെ ചൊല്ലുക എന്ന ആ ദിക്റുകളാണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ആ ദിക്റുകളും പരമാവധി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നാം ശ്രമിക്കുക. പിന്നീട് പ്രവാചകൻ പറയുന്നു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ ഹംദു വലഹുൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. നമ്മൾ പലപ്പോഴും ചെല്ലുന്ന ആ ദിക്ർ മനസ്സറിഞ്ഞുകൊണ്ട് മനസ്സാന്നിധ്യത്തോട് അതിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന ആഗ്രഹത്തോടു കൂടി നാം ചെല്ലിയാൽ ഫീ യൗമിൻ മിഅത മറ, ഒരു ദിവസം 100 തവണ നിങ്ങൾക്ക് ആ ദിക്റുകൾ ചെല്ലാൻ കഴിഞ്ഞാൽ കാനത്ത് ലഹു അദ്ല അശ്രി റിഖാബ്, 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മാത്രമല്ല വകുതിബത് ലഹു മിഅതു ഹസന, 100 നന്മകൾ അവന് രേഖപ്പെടുത്തുന്നതാണ്. വമുഹിയത് അൻഹു മിഅതു സയ്യിഅ, 100 തിന്മകൾ അവൻ്റേത് മായ്ച്ചു കളയുന്നതാണ്. വകാനത് ലഹു ഹിർസം മിനശ്ശൈത്വാനി യൗമഹു ദാലിക ഹത്താ യുംസി, അന്ന് വൈകുന്നേരമാകുന്നത് വരെ പിശാചിൽ നിന്നുള്ള ഒരു സുരക്ഷയും ആ ദിക്ർ അവന് നൽകുന്നതാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, ആ ദിക്ർ നമ്മുടെ ജീവിതത്തിൽ പരമാവധി ചൊല്ലാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, ആ ദിക്ർ നമ്മൾ ചെല്ലാൻ ശ്രമിച്ചാൽ 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം. ഇത് പറയുന്ന കാലത്ത് അടിമ സമ്പ്രദായം ഉണ്ടായിരുന്നു. പല തെറ്റുകളെയും പല കാര്യങ്ങളുടെയും പ്രായശ്ചിത്തമായി പ്രവാചകൻ അടിമ മോചനത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അന്ന് പറയുകയാണ് അത്രക്ക് വലിയ പ്രതിഫലം ലഭിക്കുന്നതാണ്. 100 നന്മകൾ രേഖപ്പെടുത്തും, 100 തിന്മകൾ മായ്ക്കപ്പെടുകയും ചെയ്യും, പിശാചിൽ നിന്നുള്ള സുരക്ഷയും നിങ്ങൾക്കുണ്ടാകും. ഇതിനേക്കാൾ വലിയ മറ്റെന്ത് അനുഗ്രഹമാണ് ദുനിയാവിൽ ഓരോ ദിവസവും നമുക്ക് ലഭിക്കുവാനുള്ളത്? അതുകൊണ്ട് പരമാവധി നാം പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കുക. പ്രവാചകൻ പഠിപ്പിക്കുന്നു, അയജിസു അഹദുക്കും അൻ യക്സിബ കുല്ല യൗമിൻ അൽഫ ഹസന, ഒരു ദിവസം 1000 നന്മ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുകയില്ലേ? നിങ്ങൾ അശക്തരാണോ ഒരു ദിവസം 1000 നന്മ ചെയ്യാൻ?
ഫസഅലഹു സായിലും മിൻ ജുലസാഇഹി കൈഫ യക്സിബു അഹദുനാ അൽഫ ഹസന. അപ്പൊ അവരിൽ ആ സദസ്സിൽ ഒരാള് പ്രവാചകനോട് ചോദിച്ചു, അല്ല പ്രവാചകനെ, എങ്ങനെ ഒരു ദിവസം 1000 നന്മയൊക്കെ ഒരാൾക്ക് ചെയ്യാൻ സാധിക്കുക എന്ന് പ്രവാചകനോട് സംശയം ചോദിച്ചപ്പോ പ്രവാചകൻ പറഞ്ഞ മറുപടി, യുസബ്ബിഹു മിഅത തസ്ബീഹ, നിങ്ങൾ 100 വട്ടം തസ്ബീഹ് ചൊല്ലുക. സുബ്ഹാനല്ലാഹ് എന്ന് നിങ്ങൾ 100 വട്ടം ചൊല്ലിയാൽ ഫയുക്തബു ലഹു അൽഫ ഹസന, 1000 നന്മ നിങ്ങളുടെ മേൽ രേഖപ്പെടുത്തുന്നതാണ്. ഔ യഹുത്തു അൻഹു അൽഫു ഖതിഅ, അതുപോലെ 1000 തിന്മ നിങ്ങളിൽ നിന്ന് മായ്ച്ചു കളയുന്നതുമാണ്. മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. നിങ്ങൾ സുബ്ഹാനല്ലാഹ് 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 എന്ന് ഒരു ദിവസം 100 വട്ടം ചൊല്ലിയാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് 1000 നന്മക്ക് തുല്യമാണത്. അതുപോലെ 1000 തിന്മകൾ നിങ്ങളിൽ നിന്ന് മായ്ക്കപ്പെടുകയും ചെയ്യുന്നതാണ്. ഇപ്പൊ നിങ്ങൾ ഒരു വെള്ളിയാഴ്ച ദിവസം അല്പം നേരത്തെ പള്ളിയിലെത്തിയാൽ ആ ഒരു ദിവസമെങ്കിലും നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടി, മറ്റു ദിവസങ്ങളിലും ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ചെല്ലാൻ ഒരുപാട് സമയം ഉണ്ട് എന്നിരുന്നാൽ തന്നെയും വെള്ളിയാഴ്ച അല്പം നേരത്തെ പള്ളിയിലൊക്കെ എത്തിയാൽ ഈ പറഞ്ഞതൊക്കെ ഒരു 1/4 മണിക്കൂർ കൊണ്ട് നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ പ്രവാചകൻ പഠിപ്പിക്കുന്നു, അയജിസു അഹദുക്കും മൻ യഖറഅ ബിതുലുസിൽ ഖുർആൻ ഫീ ലൈലത്തിൻ, ഒരു രാത്രിയിൽ ഖുർആനിന്റെ 1/3 ഭാഗം ഓതാൻ നിങ്ങൾക്ക് കഴിയുകയില്ലേ? 6000-ലധികം ആയത്തുകൾ. ഈ ആയത്തിൽ 1/3 ഭാഗം അഥവാ 2000-ലധികം ആയത്തുകൾ ഓരോ ദിവസവും രാത്രിയിൽ നിങ്ങൾക്ക് ഓതാൻ കഴിയില്ലേ എന്ന് പ്രവാചകൻ ചോദിച്ചപ്പോ ഫഖാലു, അവർ ചോദിച്ചു, അയ്യുനാ യുതീഖു ദാലിക യാ റസൂലല്ലാഹ്, അള്ളാന്റെ പ്രവാചകരെ, ആർക്കാണ് അതിന് സാധിക്കുക? ഒരു ദിവസം രാത്രിയിൽ 2000-ലധികം ഖുർആനിന്റെ 1/3 ഭാഗം ആയത്തുകൾ ഓരാൻ ആർക്ക് സാധിക്കും പ്രവാചകരെ എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറുപടി, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് സുലുസുൽ ഖുർആൻ. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് അഥവാ സൂറത്തുൽ ഇഖ്ലാസ് ഖുർആനിന്റെ 1/3. ഖുർആനിന്റെ 1/3. നമ്മൾ സൂറത്തുൽ ഇഖ്ലാസ് ചൊല്ലിയാൽ മാത്രം പോരാ, അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചതാണിത്. ഖുർആനിന്റെ 1/3 ഭാഗമാണ് സൂറത്തുൽ ഇഖ്ലാസ്. അതുകൊണ്ട് പല ആയത്തുകളും സൂറത്തുകളും രാത്രിയിലും പകലിലുമായി പലപ്പോഴും ചെല്ലാൻ പ്രവാചകൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രേരണ നൽകിയ ഒരു സൂറത്താണിത് എന്ന് മനസ്സിലാക്കി അതിൻ്റെ പ്രതിഫലം ഇത്രത്തോളമുണ്ട് എന്ന് മനസ്സിലാക്കി ചെല്ലിയാൽ ഖുർആനിന്റെ 1/3 ഭാഗം നിങ്ങൾ പാരായണം ചെയ്തതിന്റെ പ്രതിഫലം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നതാണ്, അള്ളാഹു നൽകുന്നതാണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ വളരെ ലളിതമായ ദിക്റുകൾ, വളരെ ചെറിയ സൂറത്തുകൾ, ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞ മാതിരി മനസ്സറിഞ്ഞ് ചൊല്ലുകയും പ്രാവർത്തികമാക്കുകയും ഇതിന്റെ പ്രതിഫലം എനിക്ക് ലഭിക്കണം എന്ന നിയ്യത്തുണ്ടാവുകയും ചെയ്താൽ ഓരോ ദിനവും നമ്മൾ ഉഹുദ് മലയേക്കാൾ വലിയ പ്രതിഫലങ്ങളാണ് ശേഖരിച്ചു വെക്കുന്നത്. വലിയ നന്മകളുടെ ഭാണ്ഡക്കെട്ടുകളായി അള്ളാഹുവിന്റെ അടുക്കൽ നമ്മുടെ മുമ്പിൽ അതുണ്ടാവുകയും ചെയ്യും എന്ന് നാം മനസ്സിലാക്കുക. അതുപോലെ പ്രവാചകൻ പറയുന്നു, മാ മിൻകും മിൻ അഹദിൻ യതവല്ലഉ, നിങ്ങളിൽ ആരെങ്കിലും വുളൂ ചെയ്യുകയാണ് എങ്കിൽ ഫയുഹ്സിനുൽ വുളൂഅ, വുളുവിനെ നിങ്ങൾ വളരെ നന്നാക്കുകയും ചെയ്തു, എന്നിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീൻ. വിവിധങ്ങളായ പ്രാർത്ഥനകൾ വുളുവിന് ശേഷം ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ നാം സാധാരണ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അപ്പോൾ വുളു നല്ല ശ്രദ്ധയോടുകൂടി ഞാൻ വുളു എടുക്കുകയാണ് എന്ന ആ നിയ്യത്തും അതിൻ്റെ തർത്തീബും അതിൻ്റെ ക്രമവും ഒക്കെ ഉണ്ടായിക്കൊണ്ട് വുളു എടുക്കുകയും അതിനുശേഷം നാം ഈ പ്രാർത്ഥന നിർവഹിക്കുകയും ചെയ്താൽ നമ്മൾ ചെയ്യുന്നതാണ്, ദിനംപ്രതി ചെയ്യുന്നതാണ്. ഒന്നുകൂടി മനസ്സ് വെച്ച് ഈ പ്രതിഫലം ഓർത്തുകൊണ്ട് നമ്മൾ ചൊല്ലിയാൽ മതി. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീൻ
എന്ന ദിക്ർ നമ്മൾ ചൊല്ലിയിട്ടുണ്ട് എങ്കിൽ ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബൽ ജന്നത്തി സമാനിയ, സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ അവന്റെ മുമ്പിൽ തുറക്കപ്പെടുന്നതാണ്. എന്നിട്ട് യദ്ഖുലു മൻ മിൻ അയ്യുഹാ ശാ, അവൻ ഉദ്ദേശിക്കുന്ന വാതിലിലൂടെ അവൻ ആ സ്വർഗത്തിൽ പ്രവേശിക്കാവുന്നതാണ്. എത്ര പൂരിശയാണ് ഉളുവിന് ശേഷം നമ്മൾ ചെല്ലുന്ന ആ ദിക്റിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് 8 സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ ആ ദിക്റിലൂടെ, ആ പ്രാർത്ഥനയിലൂടെ അവന്റെ മുമ്പിൽ തുറക്കപ്പെടുകയാണ്. എന്നിട്ട് അവൻ ഉദ്ദേശിക്കുന്ന കവാടത്തിലൂടെ ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഭാഗ്യം അവന് ലഭിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ പറഞ്ഞു, മൻ തവല്ലഅ ഫഹസനൽ വുളൂഅ സുമ്മ അത്തൽ ജുമഅ ഫസ്തമഅ വഅൻസത ഗുഫിറ ലഹു മാ ബൈനഹു വബൈനൽ ജുമഅ വസിയാദത 3 അയ്യാം. ഈ ഹദീസ് ജുമഅയുടെ പ്രത്യേകതകൾ വിവരിക്കുന്ന സമയത്ത് ഞാൻ മുമ്പ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഒരാൾ വെള്ളിയാഴ്ച നന്നായി ഒതുവെടുത്തു, എന്നിട്ട് ജുമാക്ക് വന്നു, നന്നായി മൗനമായി ഇരുന്നു, ജുമാ നന്നായി ശ്രദ്ധിച്ച് ഖുതുബ ശ്രദ്ധിച്ച് കേട്ടു എങ്കിൽ ആ ജുമായുടെയും അടുത്ത ജുമായുടെയും ഇടയിലുള്ള പാപങ്ങൾ മുഴുവനും അല്ലാഹു അവന് പുറത്തു കൊടുക്കുന്നതാണ്. കൂടാതെ 3 ദിവസത്തേതധികവും അവന് പുറത്തു കൊടുക്കുന്നതാണ് എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാവുന്നതാണ്. അതുകൊണ്ട് ചെറുതെന്ന് നമുക്ക് തോന്നാവുന്ന എന്നാൽ വലിയ പ്രതിഫലത്തിന് നമ്മൾ അർഹരാകുന്ന ഈ ദിക്റുകൾ എൻ്റെ ജീവിതത്തിൽ സമയം കിട്ടുമ്പോഴൊക്കെ നാം പ്രാവർത്തികമാക്കേണ്ടതാണ് എന്ന് നാം മനസ്സിലാക്കുക. അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുപോലെ പ്രവാചകൻ പറയുന്നു, മനിത്തബഅ ജനാസത മുസ്ലിമി, ഒരാൾ ഒരു ജനാസയിൽ പങ്കെടുത്താൽ, ഒരാൾ മരണപ്പെട്ട ആ ജനാസയിൽ ഒരാൾ പങ്കെടുത്താൽ മാത്രം പോരെ, ഈമാനം വഹ്തിസാബൻ, ഈമാനോടുകൂടിയും പ്രതിഫലേച്ഛയോടുകൂടിയുമാകണം. കുടുംബക്കാരനല്ലേ, അടുത്തോനല്ലേ, പോകാതിരുന്ന മോശല്ലേ, ആൾക്കാർ പറയില്ലേ എന്നൊന്നും വിചാരിച്ചല്ല. അത് അടുത്തവനായിരുന്നാലും അകന്നവനായിരുന്നാലും ബന്ധുവായിരുന്നാലും അല്ലാത്തവനായിരുന്നാലും ആരായിരുന്നാലും ആ ജനാസയിൽ പങ്കെടുക്കുക എന്നത് വളരെ പുണ്യമുള്ളതാണ് എന്ന ഈമാനോടെയും ഇഹ്തിസാബോടെയും അവൻ പങ്കെടുത്താൽ വക്കാനമാഹു ഹത്താ യുസല്ലി അലൈഹാ, എന്നിട്ട് നമസ്കാരം കഴിയുന്നത് വരെ അവൻ അവിടെ ഉണ്ടാവുകയും അത് കഴിഞ്ഞതിന് ശേഷം മറമാടുന്ന സമയത്തും അവൻ അവിടെ ഉണ്ടായാൽ 2 ഖീറാത്ത് പ്രതിഫലവുമായിട്ടാണ് അവൻ മടങ്ങുക. 2 ഖീറാത്ത് പ്രതിഫലം. എന്നിട്ട് പ്രവാചകൻ പറയുന്നു, ആ ഖീറാത്ത് എന്ന് പറഞ്ഞാൽ കുല്ലു ഖീറാത്തിൻ മിസ്ലു ഉഹുദിൻ, ഒരു ഖീറാത്ത് എന്ന് പറഞ്ഞാൽ അത് ഉഹുദ് മലയോളമാണ് എന്ന് പറഞ്ഞാൽ ഉഹുദ് മലയുടെ ഉയരം എന്ന് പറയുന്നത് 3500 അടിയാണ്. 3500 അടിയാണ് ഉഹുദ് മലയുടെ ഉയരം. അത്രയും ഉയരത്തിലുള്ള 3500 അടി വരുന്ന 2 പ്രതിഫലം. നമസ്കാരത്തിൽ പങ്കെടുത്തു, അവിടെ ഖബറിന്റെ അടുത്ത് പോയി തസ്ബീത്ത് ചൊല്ലി മറമാടുന്നത് വരെ അവിടെ ഉണ്ടായി തസ്ബീത്ത് ചൊല്ലുകയും ചെയ്താൽ 2 പ്രതിഫലമാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഒരാൾ നിസ്കാരം മാത്രം കഴിഞ്ഞിട്ട് പോന്നാൽ അയാൾക്ക് 1 ഖീറാത്ത് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നും പ്രവാചകൻ പറയുന്നു. അതുകൊണ്ട് നാം അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ പലപ്പോഴും മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുത്താൽ ആ ഖബറിന്റെ അടുക്കലേക്ക് പോകാൻ ആളുകൾ കുറവുണ്ടാവുക. അവിടെയും കൂടി പോയി അതിലും കൂടി പങ്കെടുത്താൽ വളരെ വലിയ പ്രതിഫലം ഉണ്ടാവും എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അതുപോലെ ബാങ്കിന് ശേഷം അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദിനിൽ വസീലത വൽ ഫളീല വബഅതഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ ബഅത. മുമ്പൊക്കെ നമ്മൾ ബാങ്ക് കൊടുക്കുമ്പോൾ പള്ളിയിലൊക്കെ ഉണ്ടാകുന്ന ആൾക്കാർ സാറുണ്ടല്ലോ, മുഅദ്ദിൻ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അള്ളാഹ് പറയുന്നത് പോലെ പറയണം എന്ന് നമുക്കറിയാം. ആളുകൾ അല്പം ശബ്ദം ഉയർത്തിക്കൊണ്ട്, അങ്ങനെ പറയണമെന്നൊന്നുമില്ല, സുന്നത്തൊന്നുമില്ല, എന്നാലും ബാങ്ക് കൊടുക്കുന്നവൻ പറയുന്നത് കേൾക്കുമ്പോൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ നമ്മളും അവിടെ ഇരിക്കുന്ന പോലെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അല്പം ശബ്ദം പുറത്തേക്ക് കേൾക്കുന്ന രൂപത്തിൽ തന്നെ നമ്മുടെ പ്രായം ചെന്ന ആളുകളൊക്കെ പറയാറുണ്ടായിരുന്നു. ആ ഒരു ശീലമുണ്ടായിരുന്നു. എന്നാൽ ഇന്നുള്ളവർ പറയുന്നുണ്ടോ ഇല്ലേന്നൊന്നും അറിയില്ല, ചുണ്ടനൊന്നും കേൾക്കൂല.
കേൾപ്പിച്ച് ചെല്ലണം എന്നൊന്നുമില്ലെങ്കിലും അതൊക്കെ അതിൻ്റെ ഒരു മര്യാദയിലും ശീലത്തിലും പെട്ടതാക്കി മാറ്റിയാൽ അതൊരു ഗുണകരമാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഈ പ്രാർത്ഥന ഒരാൾ ചൊല്ലിയാൽ, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദിനിൽ വസീലത വൽ ഫളീല വബഅതഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅത, ആ പ്രാർത്ഥന ചൊല്ലിയാൽ ഹല്ലത് ലഹു ശഫാഅതി യൗമൽ ഖിയാമ. അള്ളാന്റെ പ്രവാചകൻ പറയുകയാണ്, ഖിയാമത്ത് നാളിൽ എൻ്റെ ശഫാഅത്ത് നിങ്ങൾക്ക് ലഭിക്കും. അത് ഉറപ്പിച്ചു നിങ്ങൾ. ആരും ശഫാഅത്ത് പറയാനില്ലാത്ത, രക്ഷിക്കാനില്ലാത്ത, സഹായത്തിനെത്താത്ത ആ സമയത്ത് മുത്ത റസൂലിന്റെ ശഫാഅത്ത് നമുക്ക് വേണ്ടി. അത് എന്ത് ചൊല്ലിയാൽ മതി? ബാങ്ക് വിളി കഴിഞ്ഞതിന് ശേഷം ഈ പ്രാർത്ഥന ചൊല്ലിയാൽ മതി എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അതുപോലെ പ്രവാചകൻ ബാങ്കിന്റെയും ഒന്നാമത്തെ സ്വഫിന്റെയും ശ്രേഷ്ഠത. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പണ്ടേ അറിയുന്ന കാര്യമാണ്. അറിയാത്തൊരു കാര്യം ഞാൻ പറയില്ല, ഒന്നുകൂടി ശ്രദ്ധയോടുകൂടി പ്രാവർത്തികമാക്കുവാൻ വേണ്ടി ഉത്ബോധിപ്പിക്കുന്നു എന്ന് മാത്രമാണ്. ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ വിഷയങ്ങളിൽ അലസരായി പോവുകയാണ്, മടിയന്മാരായി പോവുകയാണ്, അശ്രദ്ധരായി പോവുകയാണ്. അതുകൊണ്ട് ബോധത്തോടു കൂടി ഇത് ചെല്ലാൻ വേണ്ടിയും ഈ ഭാരിച്ച പ്രതിഫലം നമ്മുടെ അക്കൗണ്ടിൽ വരുവാൻ വേണ്ടിയിട്ടും ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ സഫിന്റെയും അതുപോലെ തന്നെ ബാങ്കിന്റെയും ശ്രേഷ്ഠത ഒരാൾ പറഞ്ഞിരുന്നുവെങ്കിൽ സുമ്മലം യജിദു അൻ യസ്തഹിമു അലൈഹി ലസ്തഹമു, എന്നിട്ട് അത് ലഭിക്കാൻ, ബാങ്ക് കൊടുക്കാനുള്ള ഒരു അവസരം ലഭിക്കാൻ, അല്ലെ ഒന്നാമത്തെ സഫിലെത്താനുള്ള ഒരു അവസരം ലഭിക്കാൻ, നറുക്കിടേണ്ട ആളുകൾ കൂടിയിട്ട് നറുക്കിടേണ്ട ഒരു അവസ്ഥ വന്നാൽ നറുക്കിട്ടിട്ടെങ്കിലും എനിക്ക് ആ അവസരം ലഭിക്കണം. ബാങ്ക് വിളിക്കാനുള്ള അവസരം. നമ്മൾ ബാങ്ക് വിളിക്കുന്ന ആളെ മുഅദ്ദിൻ, മൂപ്പര് 2ാം നമ്പർ പണിയെടുക്കുന്ന ആളാണ് എന്നല്ലേ നമ്മൾ വിചാരിക്കാറ്. എന്നാൽ അതിന്റെ ശ്രേഷ്ഠത പ്രവാചകൻ ഒരുപാട് പറയുന്നുണ്ട്. മത്സരയിൽ അവൻ ആളുകൾക്കിടയിൽ അവിടെ തല ഉയർന്നവനായി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്ന് കാണട്ടെ, ഇത്രയും നല്ല നന്മയാർന്ന പ്രതിഫലം ചെയ്തവനാണ് എന്ന് കാണാൻ വേണ്ടി അവനെ ഒന്ന് ഉയരത്തിൽ നിർത്തും എന്ന് വരെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ബാങ്ക് വിളിക്കാൻ ഒരു അവസരം ലഭിച്ചാൽ, അതുപോലെ ഒന്നാമത്തെ സഫിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ അത് നറുക്കിട്ടിട്ടാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുമായിരുന്നു. വലൗ യഅലമൂന മാ ഫി തഹ്ജീരി ലസ്തബഖു ഇലൈഹി, മുഹർ നമസ്കാരത്തിന്റെ ജമാഅത്തിന്റെ പ്രത്യേകത അവൻ അറിഞ്ഞിരുന്നുവെങ്കിൽ അതിലേക്ക് അവൻ ധൃതിപ്പെട്ടു വരുമായിരുന്നു. വലൗ യഅലമൂന ഫിൽ അത്മതി വസ്സുബ്ഹി, ഇശാ നമസ്കാരത്തിന്റെയും സുബ്ഹ് നമസ്കാരത്തിന്റെയും പ്രാധാന്യം അവൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ലഅതൗഹുമാ വലൗ ഹബ്വാ, നിരങ്ങിക്കൊണ്ടാണെങ്കിലും അവർ അതിലേക്ക് വരുമായിരുന്നു. ഓരോ നമസ്കാരത്തിൽ ജമാഅത്തിൽ പങ്കെടുക്കേണ്ട പ്രാധാന്യവും പ്രത്യേകതയുമാണ്. ഇപ്പൊ ഇവിടൊക്കെ പള്ളിന്റെ ചുറ്റുഭാഗങ്ങളിലൊക്കെ വീടുകളാണ്. ജമാഅത്തിൽ ഒരുപാട് ആളുകൾക്ക് പങ്കെടുക്കാം, സ്ത്രീകൾക്കും പങ്കെടുക്കാം. സ്വാഭാവികമായും സ്ത്രീകൾ എല്ലാ ജമാഅത്തുകളിലും ഇവിടെ പങ്കെടുക്കുന്നുണ്ടാകും. അതുപോലെ സൗകര്യപ്പെടുന്ന സ്ത്രീകൾക്കൊക്കെയും ഈ പറഞ്ഞ പ്രതിഫലം അവർക്കും ലഭിക്കും. അതുകൊണ്ട് പരമാവധി പുരുഷന്മാരും സ്ത്രീകളുമൊക്കെ ജമാഅത്തുകളിൽ ളുഹർ, ഇശാ, ഓരോ ജമാഅത്തിന്റെയും പ്രത്യേകത വിവിധ ഹദീസുകളിലുണ്ട്. സുബ്ഹാണ് ജമാഅത്തോടു കൂടി നമസ്കരിക്കുന്നത് എങ്കിൽ രാത്രി മുഴുവനും രാത്രി നമസ്കാരം നമസ്കരിച്ചതിന്റെ പ്രതിഫലം അവന് കിട്ടും. സുബഹിന്റെ കൂലി കിട്ടുന്നതോടൊപ്പം രാത്രി നമസ്കാരം രാത്രി മുഴുവനും നമസ്കരിച്ചവന്റെ പ്രതിഫലം. ഇശാ ആണ് ജമാഅത്തായി നമസ്കരിക്കുന്നത് എങ്കിൽ രാത്രി പകുതി രാത്രി നമസ്കാരം നമസ്കരിച്ചതിന്റെ പ്രതിഫലം കൂടി അവന് ലഭിക്കുന്നു. അതുപോലെ അസറിന്റെ സമയം, സുബ്ഹിന്റെ സമയം എന്നൊക്കെ പറയുന്നത് മലക്കുകളുടെ ഷിഫ്റ്റ് കഴിയുന്ന സമയമാണ്. മലക്കുകളുടെ ഷിഫ്റ്റ് കഴിയുന്ന ഓരോ മലക്കിന്റെ ക്രൂ അസർ സമയത്താണ് വരുന്നത്. അതുപോലെ സുബഹിന്റെ സമയം വരെ അവരുണ്ടാകും. അവർ മാറി നിൽക്കുന്ന, അവർ വരുമ്പോ അള്ളാഹ് അവിടുന്ന് ചോദിക്കുന്ന നമ്മൾ കേട്ടിട്ടുണ്ട്, എന്താ നിങ്ങൾ പോരുമ്പോ എന്റെ അടിമകളുടെ അവസ്ഥ, അവർ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രവാചകർ, അള്ളാഹുവേ എന്നവർ മറുപടി പറയുന്ന ആ അനുഗ്രഹത്തിന്റെ അവസ്ഥയിൽ നമ്മളും ഉണ്ടാവണം എന്ന ഒരു ഓർമ്മ നമുക്കെല്ലാവർക്കും ഉണ്ടാവേണ്ടതാണ്. അതുപോലെ നമസ്കാരം കഴിഞ്ഞ് അത് തന്നെ എങ്ങനെങ്കിലും ഒന്ന് ഒപ്പിച്ചിട്ട് ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് കൊണ്ട് ഒപ്പിച്ചിട്ട് അങ്ങ് എഴുന്നേറ്റ് പോകാനാണ് നമ്മൾ ശ്രമിക്കാറുള്ളത്. എന്നാൽ അതിനുശേഷമൊക്കെ ഒരുപാട് സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്, റവാത്തിബ് സുന്നത്തുകൾ. അത് 10 എണ്ണം മുഅക്കദായത്, അതിനപ്പുറം അധികമായിട്ട് വേറെയും നമസ്കരിക്കാം.
മുഅക്കദായ ഏറ്റവും പ്രധാനപ്പെട്ട 10 റക്അത്ത് അതിലധികമായിക്കൊണ്ട് പ്രവാചകൻ വേറെ ഹദീസുകളിലും പറയുന്നുണ്ട്. അവിടെ പ്രവാചകൻ പറയുന്നു, മാമിൻ അബ്ദിൻ മുസ്ലിമിൻ യുസല്ലില്ലാഹു തആല കുല്ല യൗമിൻ 12 റക്അത്തൻ തതവ്വുഅൻ ഗൈറൽ ഫരീള. ഫർളിന് പുറമെ ഈ സുന്നത്ത് നമസ്കാരം നമസ്കരിച്ചാൽ ഇല്ലാ ബുനിയല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സ്വർഗ്ഗത്തിൽ ഒരു ഭവനം പണിതു കൊടുക്കും. സുന്നത്ത് നിസ്കാരവും നിസ്കരിച്ചാൽ, റവാത്തിബ് സുന്നത്തും കൂടി നിസ്കരിച്ചാൽ അള്ളാന്റെ അടുക്കൽ ഒരു സ്വർഗത്തിലൊരു സ്വർഗം അല്ല ഒരു വീട്. നോക്കൂ നിങ്ങൾ, നമ്മളെ മറിയം ആസിയ ബീവി ഫിറഔനിന്റെ ഭാര്യ ആവശ്യപ്പെട്ടത് എന്താ? ഞാൻ ഇതൊക്കെ സഹിച്ചോളാം റബ്ബേ, നീ എനിക്ക് എന്ത് വേണം? എനിക്ക് സ്വർഗത്തിൽ ഒരു വീട് പണിതു തരണം എന്നാണല്ലോ. അതുപോലെ ഒരു വീട് സ്വർഗത്തിൽ അല്ലാഹു നമുക്ക് പണിതു തരും. ഈ ഓരോ നമസ്കാരങ്ങൾക്ക് ശേഷവുമുള്ള റവാത്തിബ് സുന്നത്തുകൾ ഈ പ്രതിഫലേച്ഛയോട് കൂടി നാം നമസ്കരിച്ചാൽ മതി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒരിക്കൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ ബിലാൽ ഹദ്ദിസ്നി ബി അർജാ അമലിൻ അമിൽതഹു ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ നീ ചെയ്യുന്ന ഏറ്റവും പുണ്യകരമായ കാര്യം എന്താണ് ബിലാലെ? ഞാൻ മിറാജിന്റെ രാത്രിയിൽ അവിടെ പോയ സമയത്ത്, ഇസ്രാ മിറാജിന്റെ സമയത്ത് എന്റെ മുന്നിൽ ഒരു കാലടി ശബ്ദം ഞാൻ ഇങ്ങനെ കേട്ടു. അത് സ്വർഗത്തിലൂടെ നീ നടക്കുന്ന ശബ്ദമാണ്. എന്താണ് ബിലാലെ നീ കാര്യമായി ഇത്രയും ശ്രദ്ധയോടുകൂടി ചെയ്യാറുള്ളത് എന്ന് ചോദിച്ചപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ, ഞാൻ അങ്ങനെ കാര്യമായിട്ട് നിങ്ങൾ പഠിപ്പിച്ചതൊക്കെ ചെയ്യാ എന്നല്ലാതെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. എന്നാലും ഞാൻ ചെയ്യുന്ന ശ്രദ്ധാപൂർവം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഒളുവെടുത്താൽ ഒളുവിന്റെ 2 റക്അത്ത് നമസ്കരിക്കും എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഒളുവിന്റെ 2 റക്അത്ത്. അതൊരു പക്ഷേ നമ്മൾ പള്ളിക്ക് വരുന്ന സമയത്ത് ഒളുവെടുത്ത് നമ്മൾ പള്ളിയിലേക്ക് കയറിയാൽ പിന്നെ അത് തഹിയ്യത്തായി മാറി. അതുപോലെ വേറോരോരോ അവസരങ്ങളിലും അത് അതിൻ്റെതായ നമസ്കാരമായി മാറും. ഉളുവിന്റെ സുന്നത്തായും ചിലപ്പോഴുണ്ടാവും. കാരണം നമ്മൾ എപ്പോഴും ശുദ്ധിയോടുകൂടി നിൽക്കുക എന്നതൊരു സുന്നത്ത. എപ്പോഴും ഉളുവുണ്ടാവുക എന്നതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമാണ്, പ്രത്യേകത അർഹിക്കുന്ന കാര്യമാണ്. അങ്ങനെയുണ്ടാകുമ്പോൾ ഒന്നു നഷ്ടപ്പെട്ടു, ആ സമയത്ത് അവൻ ഒന്നും അല്ലാത്തൊരു സമയത്ത് ഒന്നു എടുക്കുകയാണ്. ആ സമയത്ത് അവന് 2 റക്അത്ത് നമസ്കരിക്കാം, വീട്ടിലായാലും പള്ളിയിലായാലും എവിടെയായാലും. ഇങ്ങനെ ഒരു നമസ്കാരം ഞാൻ എൻ്റെ ഒരു ചര്യയായി സ്വീകരിച്ചിരുന്നു പ്രവാചകരെ എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോ ഉളു ഉണ്ടായിരിക്കുക എന്നതും, ഉളു ഉണ്ടായിരിക്കുമ്പോൾ ഉളു എടുക്കുന്ന സമയത്ത് മറ്റൊരു നമസ്കാരവും ഇല്ലെങ്കിൽ ഇങ്ങനെയൊരു നമസ്കാരം നമസ്കരിക്കുക എന്നതും പുണ്യമാക്കപ്പെട്ട കാര്യമാകുന്നു. അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 സ്വഭാവങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിലുണ്ട് എങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുകയില്ല, സ്വർഗം ഉറപ്പാണ് എന്ന് പറഞ്ഞു. പ്രവാചകൻ പറഞ്ഞു, ഹുമാ യസീറുൻ വമൻ യഅമൽ ബിഹിമാ ഖലീൽ. ആ പറഞ്ഞത് രണ്ടും വളരെ എളുപ്പമുള്ള കാര്യമാണ്. പക്ഷെ ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്, പ്രാവർത്തികമാക്കുന്നവർ വളരെ കുറവാണ്. എന്താണത്? യുസബ്ബിഹു ഫീ ദുബുരി കുല്ലി സ്വലാത്തിൻ അശ്റ വയഹ്മദു അശ്റ വയുകബ്ബിറു അശ്റ. നിസ്കാരം കഴിഞ്ഞാൽ വേഗ സ്ഥലം കാര്യാക്കല്ല, 10 പ്രാവശ്യം. ഇത്ര പ്രാവശ്യം? 10 പ്രാവശ്യം. 33 വട്ടത്തിന്റെ ഹദീസ് വേറെ ഉണ്ട്, അതിന്റെ പ്രാധാന്യം വേറെ ഉണ്ട്. 10 പ്രാവശ്യമെങ്കിലും സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഈ 10 പ്രാവശ്യമെങ്കിലും അവൻ ഈ ദിക്ർ 3 എണ്ണം ചൊല്ലിയിട്ടുണ്ട് എങ്കിൽ പ്രവാചകൻ പറഞ്ഞത് ഇല്ലാ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുകയില്ല. ഇത്ര കട്ടായമായി പ്രവാചകൻ പറഞ്ഞ ഇത്രയും ലളിതമായ ദിക്റുകൾ ഉണ്ടായിട്ട് പോലും നമുക്ക് വേറൊരു പണിയുമില്ല. ചിലപ്പോ നിസ്കാരം കഴിഞ്ഞാൽ വേഗം പുറത്തു പോകണ എന്തിനായിരിക്കും? ചിലപ്പോൾ അവിടെ എവിടെയെങ്കിലും ഇരിക്കാനായിരിക്കും, വെജ്ജിമല എവിടെയെങ്കിലും, വേറെന്തെങ്കിലും പണിയുണ്ട്, ഒരു പണിയില്ല. എന്നിട്ട് കൂടി നമ്മൾ ആ പറഞ്ഞ ദിക്റുകൾക്ക് വേണ്ടത്ര പ്രാധാന്യം കൽപ്പിക്കാതെയാണ് നമ്മൾ പുറത്തു പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇതൊക്കെയാണ് ഞാൻ ഓതി വെച്ച ആയത്തിൽ അല്ലാഹു പറയുന്നത്, ഉൻളുർ, നീ നോക്ക്, കൈഫ ഫളൽനാ ബഅ്ളഹും അലാ ബഅ്ളിൻ, ചിലരെക്കാൾ അല്ലാഹു ശ്രേഷ്ഠരാക്കുന്നത് എങ്ങനെയാണ് എന്ന്. ഇതൊക്കെ അവഗണിച്ചുകൊണ്ട്, ഇതൊന്നും പ്രാവർത്തികമാക്കാതെ വെറുതെ ഇങ്ങനെ നേരം വെളുക്കുന്ന വൈകുന്നേരമാകുന്നു നേരം വെളുക്കുന്ന എന്ന രൂപത്തിൽ ഞാനും ഒരു മുസ്ലിമാണ് എന്ന രൂപത്തിൽ അങ്ങ് കഴിഞ്ഞുകൂടുന്നവരൊന്നുമില്ല.
ഇതെല്ലാം ശ്രദ്ധയുണ്ടായി പ്രാവർത്തികമാക്കുവാൻ ശ്രദ്ധിച്ചാൽ അവന്റെ ശ്രേഷ്ഠത എത്രത്തോളമാകുന്നു എന്ന് ഖുർആൻ സൂറത്തുൽ ഇസ്രായിലെ 21-ാമത്തെ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇങ്ങനെ ഇനിയും പറയാൻ പറ്റുന്ന ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളും കാര്യങ്ങളുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പല തിരുവചനങ്ങളിലൂടെയും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ലളിതമാണ്, എന്നാൽ പ്രതിഫലം ഏറെ വലുതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതെല്ലാം നാം പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കുക, കൂടുതൽ പഠിക്കാനും അറിയുവാനും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വശുക്രൻ ബിനിഅമതി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത് ഉസീകും ഇബാദല്ലാഹി വനഫ്സി സാനിയൻ ബിതഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. മഹാനായ 2-ാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു കുത്തേറ്റ് കിടക്കുകയാണ്, മരണത്തോട് മല്ലടിക്കുകയാണ്. അദ്ദേഹം വേദന കൊണ്ട് പുളയുകയാണ്. അദ്ദേഹത്തെ കാണാൻ വേണ്ടി സ്വഹാബത്ത് അവിടേക്ക് വരുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വന്നു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ വസ്ത്രം നെരിയാണിക്ക് താഴെ നിലത്ത് ഇങ്ങനെ എഴിയുന്നുണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു മരണത്തോട് മല്ലടിക്കുന്ന ആ സമയത്തായിരുന്നിട്ട് കൂടി ആ ചെറുപ്പക്കാരനോട് സഹോദര എന്ന് വിളിച്ചുകൊണ്ട് സ്നേഹത്തോടു കൂടി ഉപദേശിക്കുന്ന ഒരു ഉപദേശമാണ് ഇബ്ന അഖി ഇർഫൽ സൗബക, നിന്റെ വസ്ത്രം നീ കയറ്റിയൊടുക്കുക. ഫഇന്നഹു അൻഖാലി സൗബിക, നിന്റെ വസ്ത്രത്തിന്റെ വൃത്തിക്കും ശുദ്ധിക്കും നല്ലത് അതാണ്. വഅത്ഖാലി റബ്ബിക, നിന്റെ റബ്ബിനോടുള്ള സൂക്ഷ്മതക്കും നല്ലത് അതാണ്. അതുകൊണ്ട് സഹോദര, സുഹൃത്തെ, നിന്റെ വസ്ത്രം നീ ഒന്ന് കയറ്റിയൊടുക്കുക. ഉമർ റളിയല്ലാഹു അൻഹു ആ സമയത്ത് പോലും ആ കാര്യം ഉപദേശിച്ചു എങ്കിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് നമ്മളും മനസ്സിലാക്കുക. വസ്ത്രധാരണ രംഗത്ത് ഈ ഒരു കാര്യം വളരെ ഗൗരവത്തോടു കൂടി നാം എടുക്കുക. അതുപോലെ ഒരിക്കൽ ഒരു സഹോദരൻ ഒരു മരുഭൂമിയിലൂടെ സഞ്ചരിക്കുകയാണ്. ആ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് അദ്ദേഹം മേഘത്തിൽ നിന്ന് ഒരു സംസാരം കേൾക്കുകയാണ്. ഇസ്ഖി ഹദീഖത ഫുലാൻ, ഇന്നാലിന്ന മനുഷ്യന്റെ തോട്ടത്തിൽ നീ പെയ്യുക. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇന്നാലിന്ന മനുഷ്യന്റെ തോട്ടത്തിൽ നീ പെയ്യുക എന്നാണ് ആ മേഘത്തിൽ നിന്ന് അയാൾ കേട്ടിട്ടുള്ള സംസാരം. അപ്പൊ ഈ സംസാരം കേട്ടപ്പോ അയാൾ ആ മേഘം അപ്പോഴുള്ള സ്ഥലത്ത് നിന്ന് നീങ്ങിപ്പോയി. ആ മേഘം സഞ്ചരിക്കുകയാണ്. എന്നിട്ട് മറ്റൊരു സ്ഥലത്ത് പോയി ആ മേഘം മഴയായി പെയ്തു. അവിടെ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ അതിനെ, ആ മഴ പെയ്തപ്പോ അതിനെ ചാല് കീറി വേറൊരു കുണ്ടിലേക്ക്, തോട്ടിലേക്ക്, കൃഷിയിലേക്കൊക്കെ മാറ്റി മാറ്റി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം ആ മനുഷ്യനെ സമീപിച്ചു. അദ്ദേഹത്തോട് ഈ കാര്യം പറഞ്ഞു. ഞാൻ ഇങ്ങനെ കേട്ടു, അപ്പോൾ ഞാൻ അതിനെ പിന്തുടർന്നതാണ്, എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ. നിങ്ങളുടെ തോട്ടത്തിലേക്ക് പ്രത്യേകം എടുത്തു പറയാൻ എന്തുണ്ട് കാരണം എന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞ മറുപടി, അൻദുറു ഇലാ മാ യഖ്റുജു മിൻഹാ ഫഅതസദ്ദഖു ബിസുലുസിഹി വആകുലു അനാ വഇയാലി സുലുസൻ വഅറുദ്ദു ഫീഹാ സുലുസ. ഞാന് എൻ്റെ സ്വത്ത്, എൻ്റെ സമ്പത്ത് അതെല്ലാം എൻ്റെതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് കെട്ടിപ്പൂട്ടി അത് എണ്ണി ഒതുക്കി നമ്മൾ മാത്രം തിന്ന് കുടിച്ച് മതിച്ച് ഇങ്ങനെ നടക്കുകയല്ല ചെയ്തിട്ടുള്ളത്. ഞാൻ എന്ത് ചെയ്യും? എനിക്ക് കിട്ടിയ എൻ്റെ സമ്പത്ത്, ആ സമ്പത്തിന്റെ 1/3 ഞാൻ ദാനം ചെയ്യും. 1/3 ഭാഗം ഞാൻ ദാനം ചെയ്യും. 1/3 ഭാഗം ഞാനും എൻ്റെ കുടുംബവും ഭക്ഷണത്തിന് വേണ്ടിയും മറ്റാവശ്യത്തിന് വേണ്ടിയും ഉപയോഗിക്കും. ബാക്കിയുള്ള 1/3 ഭാഗം തിരിച്ച് ആ കൃഷിയിടത്തിലേക്ക് തന്നെ വിത്തായി ഞാൻ വീണ്ടും കൃഷി ചെയ്യുകയും ചെയ്യും. ഇതെൻ്റെ ഒരു രീതിയാണ്. അപ്പോൾ ഈ ഒരു കാര്യം കേട്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, അള്ളാഹുവിൻ്റെ അനുഗ്രഹം
ഒരു മേഘത്തോട് പോലും നീ അവിടെ മഴയായി വർഷിക്കുക എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ദാനധർമ്മത്തിൻ്റെ മഹത്വവും അദ്ദേഹത്തിൻ്റെ സമ്പത്തിനോട് അദ്ദേഹം കാണിക്കുന്ന നീതിയുമാണ് എന്ന് മനസ്സിലാവുകയാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഈ ഹദീസ് നമ്മളും കേൾക്കുവാനും പ്രാവർത്തികമാക്കുവാനുമുള്ളതാണ്. നാം കഠിനാധ്വാനം ചെയ്ത് വിയർപ്പൊഴുക്കി ഉറക്കമൊഴിച്ച് സമയം ചെലവഴിച്ച് നമുക്ക് ഉണ്ടായിത്തീരുന്ന സമ്പത്ത് നമ്മുടേത് തന്നെയല്ല, നമ്മുടെ അവകാശം മാത്രമല്ല. അതിൽ മറ്റുള്ളവർ ഒരുപാട് ആളുകൾ അവകാശികളുണ്ട്. ആ അവകാശികൾക്കെല്ലാം ആ സമ്പത്തിന്റെ വിഹിതങ്ങൾ എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് സ്വതക്കയുടെ സന്ദർഭങ്ങൾ മറക്കാതെ ഉപയോഗപ്പെടുത്താൻ നാം ശ്രമിക്കുക. ഇന്ന് നമ്മുടെ ജുമാക്ക് ശേഷമുള്ള കളക്ഷൻ ഈ പള്ളിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പള്ളി എന്ന് പറയുമ്പോൾ അത് നമ്മുടെ വീടിനേക്കാൾ പ്രാധാന്യത്തോടു കൂടി നമ്മൾ കാണേണ്ടുന്ന സ്ഥലമാണ്. നമ്മൾ സാധാരണ പള്ളിയുടെ മിനാരം എന്ന് പറയാറുണ്ടല്ലോ. മനാർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഹൗസ് എന്നാണ് അർത്ഥം. വിളക്കുമാടം, പ്രകാശം ചൊരിയുന്ന സ്ഥലം. അഥവാ പള്ളി മുനാരങ്ങളിൽ നിന്ന് ആ ശബ്ദമാണ്, ആ നന്മയുടെ ഹിദായത്തിന്റെ ശബ്ദമാണ് മുഴങ്ങുന്നത്, പ്രസരിക്കുന്നത്. അതുമായുള്ള ഒരു മാനസികമായ ബന്ധവും അടുപ്പവും ഏറ്റവും നല്ല, എൻ്റെ വീടിനേക്കാൾ നല്ല രൂപത്തിൽ ആ പള്ളി മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന ആലോചനയോടെയും ചിന്തയോടെയും പരമാവധി ഈ ഒരു നല്ല കാര്യത്തിലേക്കും സ്വതക്ക ചെയ്യാൻ നാം ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകളിലൂടെയും പടയോട്ടം നടത്തുവാനുള്ള ഈമാനും ഇഹ്തിസാബും നൽകി നമ്മെ അവൻ അനുഗ്രഹിക്കുമാറാവട്ടെ. സർവാധി നാഥനായ തമ്പുരാനെ, ചെറിയ ചെറിയ ദിക്റുകളും ദുആകളും കൊണ്ട് നിന്റെ സ്വർഗം നേടാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെയും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണമേ റഹ്മാനേ. അള്ളാഹുവേ, ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കെല്ലാവർക്കും നീ പുറത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങളുടെ മാതാപിതാക്കളും ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ അവർക്കും നീ പുറത്ത് മാപ്പാക്കി കൊടുക്കണമേ. അള്ളാഹുവേ, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നീ ശമനം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഇന്നും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ള ഒരു സഹോദരന്റെ രോഗം അല്പം മാരകമായ ഒരു രോഗമാണ്. എന്നാൽ പടച്ചവനെ, നീ വിചാരിച്ചാൽ ഒരു രോഗവും മാരകമല്ല. നിശേഷം സുഖപ്പെടുത്താൻ കഴിയുന്നവനാണ് നീ, ഭേദം നൽകുവാൻ കഴിയുന്നവനാണ് നീ. അതുകൊണ്ട് അത്തരത്തിലുള്ള മാരകമായതോ അല്ലാത്തതോ ആയ രോഗങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവേ, നിന്റെ കാരുണ്യത്താൽ, നിന്റെ കൃപയാൽ, നിന്റെ ദയയാൽ നീ ശമനം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഈമാനോടുകൂടി ഇഹ്തിസാബോടുകൂടി ജീവിക്കുവാനും ഈമാനോടുകൂടി മരണപ്പെട്ടു പോകുവാനുമുള്ള ഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.